മന്ത്രിസഭയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് UAE. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനെയും മന്ത്രിസഭയുടെ ഭാഗമാക്കി മാറ്റി. ചില വകുപ്പുകളിൽ സമഗ്ര മാറ്റങ്ങളും പുനഃസംഘടനയുടെ ഭാഗമായി വരുത്തിയിട്ടുണ്ട്. UAEയിൽ നിന്നുള്ള വാർത്തകളും വിശദാംശങ്ങളും MC നാസർ നൽകും. ഷഹന, ഒട്ടേറെ സുപ്രധാനമായിട്ടുള്ള വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണെന്നിപ്പം UAE സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UAE മന്ത്രിസഭയിൽ വരുത്തിയിരിക്കുന്ന കാതലായിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്നതാണ് ആ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമാത്രമല്ല, ഉപപ്രധാനമന്ത്രിയാക്കിയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയായിട്ടും ഷെയ്ഖ് ഹംദാനെ നിയമിച്ചു എന്നത് ഷെയ്ഖ് ഹംദാൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദുബായ് ഭരണകൂട സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെയാണ് UAEയുടെ വിദേശകാര്യമന്ത്രിയായ ഷെയ്ഖ് അബ്ദുല്ലയെ ഉപപ്രധാനമന്ത്രിയായിട്ട് കൂടി നിയമിച്ചിട്ടുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ചടുലമായിട്ടുള്ള നേതൃത്വത്തിന് UAE ഭരണകൂടം നൽകുന്ന ഏറ്റവും വലിയ ഒരു കടപ്പാടിൻ്റെ കൂടി പ്രതിഫലനമായിട്ടാണ് ഈ മന്ത്രിസഭാ മാറ്റങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, ഗവേഷണം, HR, സയൻസ് ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് വലിയ ഊന്നൽ നൽകാൻ ആവശ്യമായിട്ടുള്ള ചില ഭേദഗതികൾ അല്ലെങ്കിൽ വകുപ്പുകളിൽ ചില തിരുത്തലുകൾ, മാറ്റങ്ങൾ, വിപുലീകരണം കൂടി ഉൾപ്പെടുത്തി എന്നതാണ് ഈ UAE മന്ത്രിസഭ പുനഃസംഘടനയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ UAEയെ പ്രേരിപ്പിക്കാൻ ഈ പുതിയ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ മാറ്റം വരുത്തിയ മന്ത്രിസഭയ്ക്ക് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണെന്ന് UAEയുടെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്ക് കൂടുതൽ മരുന്നുൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് UAE നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. 3 ടൺ മരുന്നുൽപ്പന്നങ്ങളായിരിക്കും ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ തീവ്രമായിട്ടുള്ള സംഘർഷം തുടരുന്ന മേഖലയിലേക്ക് നേരത്തെയൊക്കെ ഭക്ഷണവും മറ്റ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 ടൺ മരുന്ന് ഉൽപ്പന്നങ്ങൾ കൂടി ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാനുള്ള ഒരു തീരുമാനം UAE പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം വലിയ തോതിൽ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിക്കേറ്റവർക്ക് ഏറ്റവും മിനിമം ഒരു ചികിത്സയെങ്കിലും അവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ദുബൈയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മോഡൽ കൂടി ഇന്ന് ദുബായ് നടപ്പാക്കിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് അബ്ര അത് ഇന്ന് അതിൻ്റെ പരീക്ഷണയോട്ടം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഭാവിയിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള UAE അല്ലെങ്കിൽ ദുബൈയുടെ നീക്കത്തിൻ്റെ തുടർച്ച കൂടിയാണ് ജലഗതാഗത മേഖലകളിലേക്ക് കൂടി ഈ ഇലക്ട്രിക് അബ്രകളെ കൊണ്ടുവരാനുള്ളൊരു നീക്കം. ഏതായാലും ആ പദ്ധതി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു പ്രഖ്യാപനം കൂടി ദുബായ് RTA ഇന്ന് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുബായ് വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറെ കൂടി അത് വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ദുബായ് ഭരണാധികാരി കൂടിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ദുബായ് വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ഒരു അവധിക്കാല സീസൺ കൂടി ആയതുകൊണ്ട് വലിയ തോതിലുള്ള തിരക്കാണ് ദുബായ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ സേവനങ്ങൾ നൽകുന്നതിൽ വളരെ കൃത്യതയും വളരെ ചടുലതയും ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് പ്രത്യേകം സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. UAEയിൽ നിന്നുള്ള പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രമാണ് MC നാസർ നൽകിയത്.